ഒരു ദിവസത്തെ അറ്റാക്ക് കൊണ്ട് റഷ്യൻ മിലിറ്ററിയുടെ 40% ഫൈറ്റർ ജെറ്റ്സിനെ പൊട്ടിച്ച് തകർന്ന് തരിപ്പണമാക്കി എന്നാണ് പറയുന്നത്. ഏത് റഷ്യൻ മിലിറ്ററിയുടെ മൊത്തത്തിലുള്ള 40% പോയി. ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാരക സാധനം നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ സൺഡേ. അതിനുശേഷം പുടിൻ തലയിൽ തോർത്തിട്ടിട്ടാണ് നടക്കുന്നതൊക്കെയാണ് പല മീഡിയക്കാർ പറയുന്നത്. ഇതിൽ പല ഇനി ഒരു അപമാനം റഷ്യക്ക് വരാനുമില്ല. ഇത്രയും വലിയൊരു അറ്റാക്ക് ഇതുവരെ ഉക്രൈൻ നടത്തിയിട്ടുമില്ല. പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മാതിരി പ്ലാനിങ്. ഇലോൺ മസ്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡ്രോൺ ടെക്നോളജിയാണ്. ഈ ഫൈറ്റർ ജെറ്റ്സും ഈ F-35 ഈ റഫാലൊക്കെ എടുത്ത് പൂട്ടി വെച്ചോ, ഡ്രോണിലാണ് ഇനി കളി നടക്കാൻ പോകുന്നത്. ആര് ഡ്രോൺ ടെക്നോളജി കൺട്രോൾ ചെയ്യും അവർ യുദ്ധം ജയിക്കും എന്ന് പുള്ളി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻകാരുടെ ചെയ്തൊരു മിഷനാണ്. അവർ 2 വർഷം എടുത്തു ഇത് പ്ലാൻ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, കണ്ടെയ്നേഴ്സ് സ്പെഷ്യലി അവരുണ്ടാക്കി. എന്നിട്ട് അതിൽ ഈ FPV ഡ്രോൺസ് ഉണ്ടല്ലോ, FPV ഡ്രോൺസ് വിത്ത് ഒരു അമ്യൂണിഷൻ അവർ സെറ്റ് ചെയ്തു. അതായത് ഡ്രോണിൻ്റെ അടിയിൽ ഒരു മിസൈൽ പോലത്തെ വലിയ എയർക്രാഫ്റ്റൊക്കെ താർക്കാൻ പറ്റുന്ന അത്രയും മിസൈൽ പവറുള്ള ഒരു മിസൈൽ അതിൻ്റെ അടിയിൽ വെച്ച് ഡ്രോണിൽ ഫുള്ള് സെറ്റ് ചെയ്തു. പ്രത്യേക രീതിയിലാണ് ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സ്കാൻ ചെയ്താലോ എന്തെങ്കിലും കൂടെ കടന്നു പോയാലോ ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത, ഈ റഷ്യൻ ഈ സ്കാനേഴ്സിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ടെക്നോളജിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ കണ്ടെയ്നേഴ്സ് റഷ്യക്കാർ ഡ്രൈവേഴ്സിനെ കൊണ്ട് തന്നെ അവർ റഷ്യയുടെ പല ഭാഗത്തും കൊണ്ട് പാർക്ക് ചെയ്യിപ്പിച്ചു. എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നത്? റഷ്യൻ എയർബേസസ് ഉണ്ടല്ലോ, മിലിറ്ററി എയർബേസസ്, അതിൻ്റെ തൊട്ടടുത്ത്. അതായത് ഉക്രൈനിൽ നിന്ന് 7000 മൈല് ദൂരെയുള്ള ഒരു സ്ഥലത്ത് വരെ ഈ ട്രക്ക് എത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. ഉക്രൈൻ ഇവിടെ കിടക്കുന്നു, ബോംബൊക്കെ കാണുന്നത് റഷ്യയുടെ ആ അറ്റത്താണ്. റഷ്യയുടെ എവിടെ പോയി എന്ത് അറ്റാക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാണിച്ചു തരുമായിരുന്നു ഇതിലൂടെ. എന്നിട്ട് ഈ കാർഗോ കണ്ടെയ്നേഴ്സ് എല്ലാം അവിടെ നിർത്തിയിട്ടിട്ട് ഒരു കുറച്ച് കാലം, ഒരു 2-3 ആഴ്ച അവർ വെയിറ്റ് ചെയ്തു കറക്റ്റ് ടൈമിന് വേണ്ടി. എന്നിട്ട് ഈ കഴിഞ്ഞ സൺഡേ ആഫ്റ്റർനൂൺ അവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ കണ്ടെയ്നേഴ്സിൻ്റെ ടോപ്പ് ഭാഗം. ആ കണ്ടെയ്നേഴ്സ് മൊത്തം അവർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിലുള്ള ഡ്രോൺസിനെ അവർ ആക്ടിവേറ്റ് ചെയ്ത് ഈ റഷ്യൻ എയർബേസസ് ഉണ്ടല്ലോ, 5 റഷ്യൻ എയർബേസസിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. 40 മിലിറ്ററി എയർക്രാഫ്റ്റ്സിനെ, ബോംബേഴ്സും ഫൈറ്റേഴ്സും അടങ്ങുന്ന മിലിറ്ററി എയർക്രാഫ്റ്റിനെ തകർത്തു, തരിപ്പണമൊക്കെ. അതിൻ്റെ വീഡിയോസൊക്കെ അവിടെ ഉണ്ട്. രക്ഷയില്ല. ഗെയിം നമ്മുടെ COD ഒക്കെ കളിക്കുന്ന പോലെ ഉണ്ട്. A-50, TU-95, TU-22M ഇത്രയും എയർക്രാഫ്റ്റിനാണ് ഇവർ തകർത്തിരിക്കുന്നത്. $7 ബില്യൺ നഷ്ടം ഈ ഒരൊറ്റ അറ്റാക്ക് കാരണം ഈ റഷ്യൻ മിലിറ്ററിക്ക് വന്നു എന്നും പറയുന്നുണ്ട്.